കിടക്കയില്ല, കിടക്കുന്നതോ തറയിൽ. IV സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ഗ്ലൂക്കോസ് ബോട്ടിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ. ഇതായിരുന്നു ഒരു പ്രമുഖ മാധ്യമം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നേരിട്ട് കാണാം. തിരഞ്ഞെടുപ്പ് അടുത്തതിന് പിന്നാലെ ആരോഗ്യമേഖലയെക്കുറിച്ച് പൊടുപ്പും തൊങ്ങലും വച്ച് ഒട്ടനവധി വാർത്തകൾ. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിടക്കയില്ല, കിടക്കുന്നതോ തറയിൽ. IV സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ഗ്ലൂക്കോസ് ബോട്ടിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ. ഇതായിരുന്നു ഒരു പ്രമുഖ മാധ്യമം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നേരിട്ട് കാണാം. ഒരു ഹിന്ദി സംസാരിക്കുന്ന വ്യക്തി, അത് മിക്കവാറും അന്യസംസ്ഥാന തൊഴിലാളിയായിരിക്കാനാണ് സാധ്യത. അദ്ദേഹമാണ് ഇന്നലെ ഈ വാർത്തയ്ക്ക് ആധാരമായത്. അയാൾക്ക് അറിയില്ലായിരുന്നു ഈ ട്രിപ്പ് ഡിസ്കണക്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക്, അയാൾക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാനായിരിക്കും പോകേണ്ടതെന്ന്. അദ്ദേഹം അറിവില്ലായ്മ കൊണ്ട് അതിനെ തൂക്കിപ്പിടിച്ചുകൊണ്ട് പോയതായിരുന്നു രംഗം. അതിനെ ഏതോ വ്യക്തി ചിത്രീകരിച്ച് പുറമേ വാർത്തയാക്കി മാറ്റി. ഇന്ന് അതിൻ്റെ സത്യാവസ്ഥ ഇതാ നിങ്ങൾ നേരിട്ട് കാണും. ബബ്ലു എന്ന് പറഞ്ഞ പേഷ്യന്റ് 9-ാം തീയതി രാത്രി 2 മണിക്കാണ് അഡ്മിഷൻ വന്നത്. അഡ്മിഷൻ വന്ന് ഡോക്ടേഴ്സ് കണ്ടുകൊണ്ടേ തന്നെ പേഷ്യന്റിനെ IV ക്യാനിലിട്ട് IV സ്റ്റാൻഡ് വെച്ച് IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് IV ഫ്ലൂയിഡുമായിട്ട് എങ്ങോട്ടോ പോയിട്ട് തിരിച്ചു വന്ന് അവർ തന്നെ IV ഫ്ലൂയിഡ് സ്റ്റാൻഡിൽ കണക്ട് ചെയ്ത് പേഷ്യന്റിനെ കിടത്തിയ സ്ഥലത്ത് കിടക്കുകയും ചെയ്തു. പിന്നെ പേഷ്യന്റ് ഹിന്ദി സംസാരിക്കുന്ന പേഷ്യന്റ് ആയതുകൊണ്ട് അവർക്ക് അറിയില്ലായിരുന്നു ഇത് ഡിസ്കണക്ട് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് അറിയില്ലായിരുന്നു. അതിന്റെ കാരണം വന്നത് കേരളത്തിൻ്റെ ആരോഗ്യമേഖല രാജ്യത്തിന് തന്നെ മാതൃകയാണ്. പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും അത്താണിയാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യമേഖല. ഇതും മറ്റൊന്നുമല്ല, തിരഞ്ഞെടുപ്പ് അടുക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ആരോഗ്യമേഖലയെ ഇകഴ്ത്തി കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം കേരളത്തിലെ UDF, BJP, ജമായത്ത് ഇസ്ലാമി എന്നീ സംഘടനകൾ താറടിച്ച് കാണിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. അവരുടെ മാർഗത്തിലെത്തുവാൻ അവർ എന്ത് ഹീനപ്രവൃത്തിയും ചെയ്യുമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഒരു പനി വന്നാൽ ഡോക്ടറെ നേരിട്ട് കാണാൻ പറ്റില്ല, അത് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ഈ അവസ്ഥയാണോ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്? നാം സ്വയമായി ഒന്ന് വിലയിരുത്തി നോക്കൂ. എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ അത് ആരോഗ്യ സംവിധാനത്തിൻ്റെ മൊത്തം വീഴ്ചയായി അല്ല ചിത്രീകരിക്കപ്പെടാനുള്ളത്. വീഴ്ചകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. നീതി ആയോഗ് സംവിധാനങ്ങളിൽ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യമേഖല വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സൂചികയല്ലേ. അത്തരത്തിൽ നമ്മുടെ ആരോഗ്യമേഖല അത്ര മോശമാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കേരളത്തിന് നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?